അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല ബറകാതുഹു. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന് പറയുന്ന ഈ ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ വീഡിയോയുടെ ഗാലറി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, ചാനലിൻ്റെ വീഡിയോ ഗാലറി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പഴയ ഒരുപാട് വീഡിയോകളുണ്ട്. അതൊക്കെ പുതുതായി വരുന്നവർ ഒഴിവ് കിട്ടുന്നതിനനുസരിച്ച് എടുത്തു നോക്കണം എന്ന് ആദ്യമേ അഭ്യർത്ഥിക്കുകയാണ്. ലോകത്ത് ഓരോ കാലഘട്ടത്തിലും നിരവധി സമ്പന്നന്മാരുണ്ടായി. ഈ കാലഘട്ടത്തിൽ നമ്മൾ പറയാറുണ്ട്, നമ്മുടെ ഇന്ത്യയിലേക്ക് എടുത്തു കഴിഞ്ഞാൽ അംബാനി, അഡാനി, യൂസഫ് അലി, അങ്ങനെ തുടങ്ങുന്ന ഒരുപാട് മുതലാളിമാർ ഓരോ കാലത്തും ഉണ്ടായിരുന്നു. വലിയ മുതലാളിമാർ ഇസ്ലാമിൻ്റെ തുടക്കത്തിൽ, അതായത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ഏറ്റവും വലിയ മുതലാളിയായി അറിയപ്പെടുന്നത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആണ്. അങ്ങനെ ഒരുപാട് സമ്പന്നന്മാർ ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലം മുതൽ ഇതുവരെ നമ്മൾ എണ്ണിയാൽ ലോകം അടക്കി ഭരിച്ച ചക്രവർത്തിമാരും ഭൂമിക്ക് മൊത്തം വില പറഞ്ഞവരും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് മുതലാളിമാരെ കണ്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും ശപിക്കപ്പെട്ട മുതലാളിയായി പരിശുദ്ധ ഖുർആൻ ഉൾപ്പെടെ പരിചയപ്പെടുത്തുന്ന ഒരു മുതലാളിയുടെ കഥയാണ് ഇത്. കാറൂൻ മുതലാളി. ഇദ്ദേഹം മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്താണ് ജീവിച്ചിരുന്നത്. വളരെ പാവപ്പെട്ടവനായിരുന്നു, ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തവൻ. എന്നാൽ ഇയാൾ തൗറാത്ത് വായിച്ചു. തൗറാത്തിൽ വലിയ തോതിൽ അവഗാഹം നേടിയെടുത്തപ്പോൾ അതിൻ്റെ ചില ശാസ്ത്ര സത്യങ്ങൾ ഇയാൾ മനസ്സിലാക്കി. അപ്പോൾ കൃത്രിമമായി സ്വർണമുണ്ടാക്കുന്ന കാര്യവും അതിനുവേണ്ടി എന്തൊക്കെയാണ് തയ്യാറെടുക്കേണ്ടത് തുടങ്ങിയ കൂട്ടുകളൊക്കെ ഇയാൾ പഠിച്ചു എന്നാണ് ഇസ്രായേലി കഥകളിൽ പരിചയപ്പെടുത്തുന്നത്. ഏതായാലും ഇയാൾ ചുരുങ്ങിയ കാലം കൊണ്ട് മുതലാളിയായി, സമ്പന്നനായി. അങ്ങനെ നാട്ടുകാരുടെ ഇടയിലേക്ക് ഇയാൾ ഇറങ്ങുമ്പോൾ എന്താ ചെയ്യാന്നറിയോ? ഇയാളുടെ കുതിരപ്പുറത്ത് വലിയൊരു താക്കോൽ കൂട്ടം ഉണ്ടാകുമായിരുന്നു. ഇയാളുടെ താക്കോൽ കൂട്ടം എന്ന് പറഞ്ഞാൽ ഇയാൾ സ്വർണം, വലിയ ഖജനാവുകൾ, ഗോഡൗണുകൾ ഉണ്ടാക്കി അതിൽ ഈ സ്വർണം സംഭരിച്ച് വെച്ച് അതിന് പൂട്ടും താക്കോലും ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്കറിയാം, സാധാരണ ഒരു ഗോഡൗൺ ഉണ്ടെങ്കിൽ അതിനൊരു ഡോറോ ഉണ്ടെങ്കിൽ ഒരു താക്കോലേ ഉണ്ടാവുള്ളൂ. ഈ ഒരു താക്കോലുള്ള മുതലാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ആ താക്കോൽ കയ്യിൽ വെക്കുകയേ വേണ്ടുള്ളൂ. 2 താക്കോലുണ്ടെങ്കിൽ അയാൾ പേസിൽ വെക്കും. അതൊരു 5-10 ഗോഡൗണുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ താക്കോലെല്ലാം കൂടിയിട്ടാകുമ്പോൾ ചെറിയൊരു കൂട്ട് ഉണ്ടാവും. അത് കൈ കുറച്ച് പിടിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ചരട് കുറച്ചിട്ട് അരയെ കെട്ടുകയോ ചെയ്യും. പക്ഷേ കാറൂൻ മുതലാളിയുടെ താക്കോൽ കൂട്ടം എന്ന് പറയുന്നത് വലിയ ഒരു ഒട്ടകത്തിന് എടുക്കാൻ മാത്രമുള്ള ചുമടായിരുന്നു എന്നാണ് പരിശുദ്ധ ഖുർആൻ വരെ നമ്മെ പരിചയപ്പെടുത്തുന്നത്. ഇയാളുടെ സ്വർണമല്ല ഒട്ടകത്തിന് എടുക്കാൻ മാത്രമുള്ളത്, ഈ സ്വർണം സംഭരിച്ച് വെച്ചിരിക്കുന്ന ഗോഡൗണുകളുടെ താക്കോലുകൾ ഒരു ഒട്ടകത്തിന് എടുക്കാൻ മാത്രം വലിയ ചുമടായിരുന്നു എന്ന് പറയുമ്പോൾ എത്ര മുതലാളിയാന്ന് ഊഹിച്ചു നോക്കി. അങ്ങനെ മൂസാ നബി അലൈഹി ഇസ്ലാം ആളുകളോട് അള്ളാഹുവിനെ ആരാധിക്കാൻ പറഞ്ഞു. ഇയാൾ പറഞ്ഞു, ഒരു കുഴപ്പമില്ല, ഇയാൾക്കൊന്നും ഒരു തടസ്സമില്ല, നമ്മൾ അള്ളാഹിനെ ആരാധിച്ചോളും, അതിനെന്താ കുഴപ്പം. പിന്നെ പറഞ്ഞ് വന്ന് നോമ്പെടുക്കാൻ പറഞ്ഞു. നോമ്പെടുക്കാം, അതിനെന്താ കുഴപ്പം. പക്ഷെ പറഞ്ഞു മൂസാ നബി പറഞ്ഞു, സമ്പത്തിൻ്റെ ഒരു വിഹിതം സക്കാത്തായി, പാവങ്ങളുടെ അവകാശമായി അവർക്ക് കൊടുക്കണം. അത് കേട്ടപ്പോൾ കാറൂൻ മുതലാളിക്ക് വലിയ വിഷമമായി. ഇയാൾ കണക്ക് കൂട്ടി നോക്കുമ്പോൾ ഇയാളുടെ സമ്പത്ത് കുറച്ചൊന്നുമല്ല. നമ്മൾ സാധാരണ പറയാറില്ലേ, ഈ 2% സക്കാത്ത് നമുക്ക് മുസ്ലിങ്ങൾക്ക് കൊടുക്കേണ്ടത്.
40-1 എന്നുള്ള അനുപാതം വരുമ്പോൾ 2.5%. ഈ 2.5% എന്ന് പറയുമ്പോൾ 100-ൽ 2.5 എന്ന് പറയുമ്പോൾ ഒരു 100 ഉറുപ്പ്യ ഉള്ളവർക്ക് 2.5 ഉറുപ്പ്യ കൊടുത്തവർക്ക് വലിയ പണിയല്ല. അതേസമയം ഒരു 1,00,00,000 ഉറുപ്പ്യേൻ്റെ ആസ്തിയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം 2.5% എന്ന് പറഞ്ഞാൽ എത്രയായി എന്ന് നിങ്ങൾ? 2.5 ലക്ഷം ഉറുപ്പ്യായി. ഇത് കയ്യിൽ നിന്ന് എടുത്തു കൊടുക്കേണ്ടി വരുവാണേ. അതേസമയം 10 കോടി ഉറുപ്പ്യേൻ്റെ ആസ്തി ഉണ്ടെങ്കിലോ 2% 25 ലക്ഷം. അത് കയ്യിൽ നിന്ന് എടുത്തു കൊടുക്കേണ്ടി വരുവാന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടായി. അപ്പം ഇയാൾക്ക് 2-2.5 ഒന്നും അല്ല ഉള്ളത് കൊടുക്കാനേ, അതിഭീമമായ സ്വത്തുണ്ടല്ലോ. അപ്പം ഇത് കൊടുക്കുക എന്ന് കേട്ടപ്പോൾ ഇയാൾക്ക് വല്ലാതെ പൊള്ളി. ഇയാൾ ചോദിച്ചു, ഇതെന്താ അന്യായം മൂസ പറയുന്നത്? ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്ത് അതിൽ മറ്റുള്ളവർക്ക് അവകാശം ഉണ്ടെന്നോ? കൊള്ളാലോ, അത് നടക്കൂല. ബാക്കി എന്തും ഞാൻ ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ ഇയാളത് പറയുമ്പോൾ ഇയാളെ കൂടിയും കുറച്ച് ആൾക്കാർ നിന്നു. ശരിയാണല്ലേ അയാൾ ചോദിച്ചേ? നമ്മളിങ്ങനെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പത്ത് മറ്റുള്ളവർക്ക് ഇങ്ങനെ കൊടുക്കുകയോ? ഇപ്പം നടക്കുന്ന കാര്യമാണ്. അപ്പം ഇയാൾ വരുന്ന സമയത്ത് ഇയാൾ അസാധ്യമായ പെർഫ്യൂമും അടിച്ച് ഇങ്ങനെ റോട്ടിലൂടെ വിപുലമായ തോതിലുള്ള വില കൂടിയ ഡ്രസ്സൊക്കെ ധരിച്ചിട്ട് ഇയാളിങ്ങനെ വരുമ്പോണ്ടല്ലോ, ആൾക്കാർ പറയത്രേ, ഇയാളെത്തനാ മിസില കാറൂൻ, ഞങ്ങൾ കാറൂനെ പോലെ ആയിരുന്നെങ്കിൽ എത്തിര നന്നായിരുന്നു, എന്തൊരു ഭാഗ്യം ചെയ്ത മനുഷ്യൻ എന്ന് പറയായിരുന്നു അത്രേ. പക്ഷേ മൂസാ നബി അലൈഹിസ്സലാം കർശനമായി പറഞ്ഞു, സക്കാത്ത് കൊടുത്തേ പറ്റുള്ളൂ, അല്ലാതെ ഒരു രക്ഷയുമില്ല. ഇല്ലെങ്കിൽ കാറൂന് നമ്മളെ മതത്തിലൊരു സ്ഥാനവും ഇല്ല എന്ന് പ്രഖ്യാപിച്ചു. അതുകൊണ്ട് കാറൂനെ എല്ലാവരും ബഹിഷ്കരിക്കണം, എൻ്റെ വിശ്വാസികൾ എന്നായി മൂസാ നബി അലൈഹിസ്സലാം. അപ്പം കാറൂന് മൂസാ നബി അലൈഹിസ്സലാമിനോട് വലിയ തോതിൽ പകയായി, ശത്രുതയായി. എന്നിട്ട് ഇയാൾ പറഞ്ഞുണ്ടാക്കി ലാസ്റ്റ്, മൂസാക്ക് എന്നോട് അസൂയയാണ്, അതുകൊണ്ടാണ് മൂസ ഇങ്ങനെയൊക്കെ പറയുന്നത്. നമ്മൾ മനസ്സിലാക്കണം. അതായത് അള്ളാഹു തൗറാത്ത് കൊടുത്തത് മൂസാ നബിക്ക്. ആ മൂസാ നബി എല്ലാവർക്കും അതിൻ്റെ ഇത് കൊടുത്തു, എല്ലാവരും വായിച്ചു പഠിക്കാനൊക്കെ പറഞ്ഞു. അതിൽ നിന്ന് പഠിച്ച തത്വം ഉപയോഗിച്ചിട്ട് ഇവൻ സ്വർണ്ണം ഉണ്ടാക്കി. അപ്പം മൂസാക്ക് ഇവനോട് അസൂയാണത്രേ. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഒടുവിൽ മൂസാ നബി അലൈഹിസ്സലാം പ്രസംഗിക്കുന്ന സ്ഥലത്തെ ഒരു വേശ്യ സ്ത്രീനെ അയച്ചിട്ട് മൂസ നബിയിൽ നിന്നും താൻ ഗർഭിണിയാണ്, മൂസയുമായി ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ട് എന്ന് ഈ സ്ത്രീനെ കൊണ്ട് പറയിപ്പിച്ചു. ജനങ്ങൾ അതൊന്നും വിശ്വസിക്കാൻ തയ്യാറാവില്ല എന്ന് മാത്രമല്ല, മൂസാ നബി അലൈഹി സ്വലാം ആ സ്ത്രീനോട് പറഞ്ഞു, സത്യം പറഞ്ഞോ, ഇല്ല ഈ വിവരം അറിയും, ആരാ ഇതിൻ്റെ ഉത്തരവാദി എന്ന് ചോദിച്ചു. അപ്പോൾ അവിടെ ഇന്നയാൾ കാറൂൻ പറഞ്ഞിട്ട് ചെയ്തിയാന്ന്, കാറൂൻ ആണ് ഇതിൻ്റെ ഉത്തരവാദി എന്ന് പറഞ്ഞു. അതോടെ മൂസാ നബി അലൈഹി സ്വലാം ഭൂമിയോട് കാറൂനെ വിഴുങ്ങാൻ ആവശ്യപ്പെട്ടു. അതോടെ അവൻ്റെ കൊട്ടാരവും അവൻ്റെ സർവസ്വത്തുമായി ഖിയാമത്ത് വരെ കാറൂൻ ഭൂമിയിലേക്ക് താഴ്ന്നു പോയിക്കൊണ്ടിരിക്കുന്നു. അവൻ്റെ സമ്പത്ത് അവന് ഉപകാരപ്പെട്ടില്ല. അതുപോലെ അവനെ കണ്ട് എന്തൊരു ഭാഗ്യം ചെയ്തവൻ, ഞങ്ങൾ അവനെ പോലെ ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ചിന്തിച്ചിരുന്നവർ തിരിച്ചു പറയാൻ തുടങ്ങി, അതോ വേണ്ട, കാറൂനെ പോലത്തെ സ്വത്തൊന്നും ഞങ്ങൾക്ക് വേണ്ട, നമുക്കിങ്ങനെ മര്യാദയ്ക്ക് നടക്കുകയും ചെയ്യാം എന്ന് പറയുന്ന രൂപത്തിൽ ആ മുതലാളിയെ അള്ളാഹു നാശത്തിൻ്റെ പടുകുഴിയിലേക്ക് തള്ളിയിട്ടു എന്നാണ് പരിശുദ്ധ ഖുർആൻ തഫ്സീറുകളിൽ നമ്മെ ഉത്ബോധിപ്പിക്കുന്നത്. നമ്മുടെ സമ്പത്ത് നമുക്ക് ഉപകാരപ്പെടുന്നില്ലെങ്കിലും അത് നമുക്ക് വിനയായിത്തീരുന്നതിൽ നാം ഓരോരുത്തരും ഭയപ്പെടണം. അള്ളാഹുവിനോട് നാം കാവലിനെ ചോദിക്കണം. അള്ളാഹുവെ, ഉപകാരപ്പെടാത്ത സമ്പത്തിൽ നിന്ന് എന്നെ നീ മാറ്റി നിർത്തി തരണേ. ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ മുതലാളിക്ക് സംഭവിച്ച പതനത്തിൻ്റെ കഥ നമ്മെ പഠിപ്പിക്കുന്നത്. അള്ളാഹു ഉള്ള ധനം ഉപകാരപ്പെടുന്നതാക്കി നമുക്ക് മാറ്റിത്തരട്ടെ. നമ്മുടെ സമ്പത്ത് നമുക്ക് വിനയാകാതിരിക്കട്ടെ. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.
അതുപോലെ തന്നെ ഈ ചാനലിലെ ഉള്ളടക്കങ്ങൾ, ഇതിലത്തെ കണ്ടൻറ്റുകൾ കേൾക്കുമ്പോൾ ചിലർക്കൊക്കെ ഇതിലത്തെ അഭിപ്രായ വ്യത്യാസങ്ങളും പല കിതാബിൽ നിന്നും ഞാൻ പറഞ്ഞ അല്ലാത്ത അഭിപ്രായങ്ങൾ കിട്ടിയവരൊക്കെ ഉണ്ടെങ്കിൽ അതൊരു കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.